നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പർ സംവിധാനം ഉപയോഗിക്കേണ്ടതിൻ്റെ അനിവാര്യത അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ വ്യക്തമാക്കി കൊടുത്തത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണ്. ഇപ്പോഴിതാ തെലങ്കാനയിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ഒട്ടുമുക്കാൽ സീറ്റുകളും ഒട്ടുമുക്കാൽ വാർഡുകളും കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ്. ഇത് BJPയെയും മറ്റ് രാഷ്ട്രീയ കക്ഷികളെയും തളർത്തിയിരിക്കുകയാണ്. കാരണം BJP ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസും കൃത്യമായി അവർ മെഷീൻ എണ്ണുമ്പോൾ ജയിക്കുന്നുണ്ടല്ലോ. പക്ഷേ അതിനെക്കുറിച്ച് കോൺഗ്രസ് തിരിച്ചടിച്ചത് ഹിന്ദി ബെൽറ്റുകളിൽ എന്തുകൊണ്ട് ബാലറ്റ് സംവിധാനം തിരിച്ചു കൊണ്ടുവരുന്നില്ല, ഞങ്ങളുടേതായ മേഖലയിൽ പോലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വിജയം നേടിയെടുക്കാൻ കഴിയുന്നില്ല. അതിന് മറുപടിയായി DK ശിവകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. കർണാടകയിൽ കഴിഞ്ഞ തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചത് 136 സീറ്റുകളിലും BJP 66 ഇടങ്ങളിലുമായിരുന്നു. യഥാർത്ഥത്തിൽ DK ശിവകുമാർ പറഞ്ഞത് ഞങ്ങൾ വിജയിക്കുന്നത് 200-ൽ പരം സീറ്റുകളിലായിരിക്കും, കർണാടക തൂത്തുവാരും എന്ന രീതിയാണ്. ബാലറ്റ് സംവിധാനമായിരുന്നെങ്കിൽ BJPക്ക് മരുന്നിന് പോലും MLA-മാർ കാണില്ലായിരുന്നു, അത് 100 തരമായിരുന്നു എന്ന് സിദ്ധരാമയ്യയും അതുപോലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പലരും പറഞ്ഞു. DK ശിവകുമാറിനായിരുന്നല്ലോ ഇൻചാർജ്. രേവന്ത് റെഡ്ഡിയും ആ കാര്യം തെളിവ് സഹിതം, അതായത് ഇപ്പോൾ നടന്ന ലോക്കൽ ഇലക്ഷനിലൂടെ ഇലക്ഷൻ കമ്മീഷന് ബോധ്യപ്പെടുത്തി കൊടുക്കലായിരുന്നു ഇപ്പോൾ നടത്തിയത്. 2026-ൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലെങ്കിലും ബാലറ്റ് പേപ്പർ സംവിധാനം കൊണ്ടുവരണം. അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സമയം വേണ്ടി വരുമായിരിക്കാം, പക്ഷേ അതൊന്നും വിഷയമല്ല. ബാലറ്റ് പേപ്പർ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ തെരഞ്ഞെടുപ്പ് പരിപൂർണമായി വിശ്വാസ്യതയോടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതല്ലാത്ത പക്ഷം ഈ ഇലക്ട്രോണിക് മെഷീനിൽ കുത്തിയിരിക്കുന്ന വോട്ട് എങ്ങനെയാണ് ഇന്ന സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് ലഭിക്കുന്നതെന്ന് പരിപൂർണമായി ഉറപ്പിക്കാൻ കഴിയുന്നത്? അതിൽ വലിയ കള്ളക്കളി ഉണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ പലയിടത്തും തെളിഞ്ഞതാണ്. ഹരിയാനയിൽ അവിടെ നയാബ് സിംഗ് സൈനി എന്ന നേതാവ് വീണ്ടും മുഖ്യമന്ത്രിയായത്, BJP അധികാരത്തിലെത്തിയത് ഒരിക്കലും ഗ്രൗണ്ട് റിപ്പോർട്ട് BJPക്ക് അനുകൂലമല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ആ സാഹചര്യങ്ങൾ BJPക്ക് അനുകൂലമായി മാറിയത്? ഇതിൽ വലിയ കള്ളക്കളി നടന്നിട്ടുണ്ട്. നയാബ് സിംഗ് സൈനിക്ക് ഒരിക്കലും ജയിക്കാൻ പോലും കഴിയില്ലായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട് പറയുന്നത്. അവിടെ മെഷീൻ ടാപ്പറിങ് നടന്നതും അവിടെ കൃത്യമായും ചാർജ് വലിയ തോതിൽ കുറയേണ്ടിയിരുന്ന എല്ലാ പെട്ടികളിലും ഫുൾ ചാർജായി ഇരുന്നത് എങ്ങനെയാണ്? സാധാരണഗതിയിൽ പരിപൂർണമായി ചാർജ് ചെയ്തിരിക്കുന്ന ഇലക്ട്രൽ പെട്ടികൾ, EVM പെട്ടികൾ, ആ വോട്ടിംഗ് പ്രോസസ്സ് മുഴുവൻ ആ ദിവസം കഴിയുമ്പോൾ അതിൽ 20 മുതൽ 40% വരെയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കുറയേണ്ടതാണ്. ഇത് 1% പോലും കുറയാതെ ഫുൾ ചാർജായിരുന്ന പല മെഷീനുകളുമുണ്ട്. ഇത്തരത്തിലുള്ള കള്ളക്കളി മഹാരാഷ്ട്രയിലും നടത്തി, ബീഹാറിലും നടത്തി. ഹിന്ദി ഹൃദയഭൂമിയിൽ മിക്ക സംസ്ഥാനങ്ങളിലും ഈ അട്ടിമുറിയിലൂടെയാണ് ജയിക്കുന്നത് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായി നിവേദനം കൊടുത്ത് സുപ്രീം കോടതിയിലും കൊടുത്തതാണ്. സമാജ്വാദി പാർട്ടി നേതാക്കൾ കാവലിരുന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ 80 ലോക്സഭാ മണ്ഡലങ്ങളിലെയും പെട്ടികൾ വലിയ രീതിയിൽ തിരിമറി കാണിക്കാതിരിക്കാൻ സംരക്ഷിച്ചു പിടിച്ചത്. എല്ലാ കാലത്തും എല്ലാ സമയത്തും എവിടെയും പോയി കാവലിരിക്കാൻ ഞങ്ങൾക്ക് കഴിയുമോ എന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ ചോദിക്കുന്നത് വെറുതെയല്ല.